ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദലിതരെ ചുട്ടുകൊല്ലുന്നവർക്കെതിരെ കേസെടുക്കാത്ത സർക്കാരാണ് വിദ്യാർത്ഥികൾ പ്രതീകാത്മകമായി മനുസ്മൃതി കത്തിക്കുന്നതിനെതിരെ കേസെടുക്കുന്നതെന്ന് ജെഎൻയു യൂണിയൻ വൈസ് പ്രസിഡന്റ് ഷഹല റാഷിദ് ഷോറ. ദലിതർക്കില്ലാത്ത എന്ത് ഭരണഘടനാ സംരക്ഷണമാണ് മനുസ്മൃതിക്കുള്ളതെന്ന് മോദി സർക്കാർ വ്യക്തമാക്കണമെന്നും ഷഹല ആവശ്യപ്പെട്ടു. രോഹിത് വെമുലയ്ക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് എവിടെ സമരം നടന്നാലും പോലീസ് ക്രൂരമായി ഇടപെടുന്നതിന്റെ രാഷ്ട്രീയമാണ് കോഴിക്കോട് SIO പ്രവർത്തകർക്കെതിരായ നടപടിയെന്നും തൃശൂരിലെ മനുഷ്യ സംഗമത്തിൽ ഷഹല പ്രതികരിച്ചു. RSSന്റെ ഹിന്ദുത്വ അജണ്ടകൾ സർവകലാശാലകളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ചെറുത്തുതോൽപ്പിക്കും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ശക്തി സംഘപരിവാർ തിരിച്ചറിയുമെന്നും ഷഹല റഷീദ് ഷോറ പറഞ്ഞു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച SIO പ്രവർത്തകർക്കെതിരായ നടപടി ദളിത് ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണെന്നും ഷഹല പ്രതികരിച്ചു. What is wrong in that? And what was the police? How did the police deal with them? They beat them up. They mercilessly beat them up. മനുസ്മൃതി കത്തിച്ചവർക്കെതിരെ കേസെടുത്തവർ ബീഹാറിലെ ദളിത് ഗ്രാമം ചുട്ടുകരിച്ചവർക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്നും ഷഹല ചോദിച്ചു. Basti's entire villages of Dalits are burnt in Bihar. There is no case against anyone. Then why this case on burning Manusmriti? What is the constitutional protection? AISF ദേശീയ പ്രസിഡന്റ് സുജേത ഡേ, പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥി അജയ് നടാട്ടെ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്രതിഷേധ പ്രകടനത്തോടെയാണ് മനുഷ്യ സംഗമം സമാപിച്ചത്. മീഡിയ 1 തൃശൂർ.